കണ്ണൂർ തലശ്ശേരിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ സ്ത്രീയുടെ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിന്റെ ചുരുളഴിക്കാൻ പോലീസ്. തമിഴ്നാട് സേലം സ്വദേശിനി ധനകോടിയുടെ അസ്ഥികൂടമാണ് നഗരമധ്യത്തിലെ പണി പൂർത്തിയാകാത്ത കെട്ടിടത്തിൽ കണ്ടെത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. ഇവരുടെ ഭർത്താവിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. 63-കാരിയായ ധനകോടിയെ 6 മാസമായി കാണാനില്ലായിരുന്നു. മക്കളും ബന്ധുക്കളും അന്വേഷിച്ചെത്തിയപ്പോൾ അസ്ഥികൂടമുണ്ടായിരുന്ന സ്ഥലമാണ് ഭർത്താവ് കാട്ടിക്കൊടുത്തത്. സംഭവം കൊലപാതകമാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. തലശ്ശേരിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിലാണ് സ്ത്രീയുടെ അസ്ഥികൂടം കണ്ടെത്തിയത്. സംഭവത്തിൽ തമിഴ്നാട് സേലം സ്വദേശിനി ധനകോടിയുടെ ഭർത്താവ് അമ്പായിരം എന്ന 70-കാരനാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ജൂബിലി റോഡ് കാന്തലാട്ട് പള്ളിക്ക് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ ലിഫ്റ്റ് സ്ഥാപിക്കാനായുള്ള കുഴിയിൽ നിന്നാണ് അസ്ഥികൂടം കണ്ടെടുത്തത്. ധനകോടിയെ 6 മാസമായി കാണാനില്ലായിരുന്നു. ഭർത്താവിനൊപ്പം പഴയ സാധനങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന ഇവരെ കാണാതായതിനെക്കുറിച്ച് മക്കൾ അന്വേഷിച്ചപ്പോൾ നാട്ടിൽ പോയിട്ടുണ്ടെന്നായിരുന്നു അമ്പായിരത്തിൻ്റെ മറുപടി. നാട്ടിൽ അന്വേഷിച്ചെങ്കിലും അവിടെ എത്തിയില്ലെന്ന് വിവരം കിട്ടി. കഴിഞ്ഞ ദിവസം മക്കൾ വീണ്ടും അച്ഛനോട് തിരക്കിയപ്പോൾ തലശ്ശേരിയിലേക്ക് വരാൻ പറഞ്ഞു. മക്കളും ബന്ധുക്കളും എത്തിയപ്പോൾ അസ്ഥികൂടമുണ്ടായിരുന്ന സ്ഥലമാണ് ഇയാൾ കാട്ടിക്കൊടുത്തത്. സ്ഥലത്ത് തമിഴ്നാട്ടുകാരായ ആളുകൾ കലഹിക്കുന്നത് കണ്ട് വാർഡ് കൗൺസിലറാണ് പോലീസിൽ വിവരമറിയിച്ചത്. കുഴിയിൽ നിന്ന് കണ്ടെടുത്ത തലയോട്ടിയും അസ്ഥിയും കാണാതായ സ്ത്രീയുടേത് തന്നെയാണോ എന്ന് ഫോറൻസിക് പരിശോധനയിലൂടെയേ സ്ഥിരീകരിക്കാനാകൂ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ധനകോടിയെ കൊന്നത് താനല്ലെന്നാണ് അമ്പായിരം പോലീസിനോട് പറഞ്ഞത്. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കണ്ണൂർ.